രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആകാശപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന NH-66 അരൂർ തുറവൂർ ദേശീയപാത ഇന്ന് യാത്രക്കാർക്കൊരു പേടി സ്വപ്നമാണ്. 12 കിലോമീറ്റർ ദൂരത്തിൽ 1668.50 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ റോഡിന്റെ ശോചനീയാവസ്ഥയും സുരക്ഷാ വീഴ്ചയും കാരണം ഈ പാതയിൽ ഇതുവരെ 40-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും എന്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ചുമതല കരാറുകാർക്ക് നൽകിയ ദേശീയപാത അധികൃതരും സർക്കാരും നോക്കി നിൽക്കുന്നു എന്ന ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം ഗ്രാഫിക്സിന്റെ സഹായത്തോടെ മരണപാതയായ ഉയരപ്പാത എന്നുള്ളത്. അതായത് ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 12.5 കിലോമീറ്റർ ദൂരമാണ്. ദൈർഘ്യമുള്ള എലിവേറ്റഡ് ഹൈവേ ആണ്. ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2023 ജനുവരിയിലാണ് ഈ പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. മാത്രമല്ല ഈ നിർമ്മാണ ചുമതല മഹാരാഷ്ട്രയിലെ അശോക് ബിൽക്കോൺ എന്ന കമ്പനിക്കാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് ഉള്ളത്. പദ്ധതി ചെലവെന്ന് പറയുന്നത് 1668.50 കോടി രൂപയാണ് 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുടെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. മരണപാതയായ ഉയരപ്പാത എന്ന് തന്നെയാണ് നാട്ടുകാർ അതിനെ വിളിക്കുന്നത്. അത് വിളിക്കാനുള്ള പ്രധാന കാരണം പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ വിവിധ അപകടങ്ങളിൽ മരിച്ചത് 40 പേരാണ് ഈ 2023 നിർമ്മാണം തുടങ്ങിയ ഈ പാതയിൽ മരണപ്പെട്ടത്. ആ മരണപ്പെട്ടവരിലേറെയും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക്. മരിച്ചവരിൽ 3 നിർമ്മാണ തൊഴിലാളികളുണ്ട്. മറ്റൊന്ന് ഈ ഗട്ടറുകൾ വീണുണ്ടാകുന്ന 4ാമത്തെ അപകടമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഈ ബദൽ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഇതിനോടകം തന്നെ 40-ലധികം ആളുകളാണ് വിവിധ അപകടങ്ങളിലായി ഈ മേഖലയിൽ മരിച്ചത്. ഇതിൽ 39 പേർ ഈ മേഖലയിലെ വാഹന അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നു. ഇത്രയുമേറെ അപകടങ്ങൾ നടന്നിട്ടും അതിലേറ്റവും കൂടുതൽ ഇരുചക്ര വാഹനത്തിൽ പോകുന്ന യാത്രക്കാരും സ്ത്രീകളുമാണ്. കൂടുതൽ 3 തൊഴിലാളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പേർ മരിച്ചിട്ടും ഈ ഉയരപ്പാത നിർമ്മാണത്തിലൂടെ ഉണ്ടായ അപകടത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തുവാനോ ദേശീയപാത അതോറിറ്റി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 50 ടൺ ഭാരമുള്ള ഭീമൻ ഇരുമ്പ് പാളി ക്രെയിനിൽ നിന്ന് റോഡിലേക്ക് അന്ന് വീണിരുന്നു. ക്രെയിനിന്റെ സഹായത്തോടെ റോപ്പിലൂടെ താഴേക്ക് ഇറക്കുമ്പോൾ കൊളുത്തു തെറ്റി 50 ടൺ ഭാരമുള്ള ഈ ബീം റോഡിന് കുറുകെ വീണു. അന്ന് ഭാഗ്യത്തിന് ആർക്കും ആ അപകടത്തിൽ പരിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അന്ന് ആ ബീം കയറ്റാൻ ഇട്ടിരുന്ന പുള്ളർ ലോറി 2ആയി ചിതറിപ്പോയി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. നിർമ്മാണ സാമഗ്രികളായ കോൺക്രീറ്റ് കട്ടകളും വെൽഡിംഗ് തീപ്പൊരികളും വാഹനങ്ങളുടെയും കാൽനട യാത്രക്കാരുടെയും ദേഹത്ത് വീഴുന്നത് നിത്യസംഭവമാണ് ഇവിടെ. മാസങ്ങൾക്ക് മുൻപ് ഗട്ടറുകളുമായി വന്ന ട്രെയിലർ ലോറി കുഴിയിൽ വീണ് മറിയുകയും ചെയ്തു. വലിയ ഗട്ടറുകൾ സ്ഥാപിക്കുമ്പോൾ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് പണി നടത്തണമെന്ന നിർദ്ദേശം പലപ്പോഴായും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി ആവശ്യത്തിന് പോലീസുകാരോ കമ്പനി ജീവനക്കാരോ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ബദൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ അപര്യാപ്തത. അതായത് 12.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുമ്പോൾ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ യാതൊരു ബദൽ സംവിധാനങ്ങളും കമ്പനി ഒരുക്കിയിട്ടില്ല. അതുകൂടാതെയാണ് ഈ പണിയുമായി ഇവർ മുന്നോട്ട് പോകുന്നത്. സുരക്ഷ ഉറപ്പാക്കാൻ ചരക്ക് വാഹനങ്ങൾ വഴിതിരിച്ചു വിടാൻ നടപടിയെടുക്കുന്നുണ്ട് എങ്കിലും രാത്രിയിൽ ഗതാഗതം ശരിയായ രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്നില്ല. നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാത കുണ്ടും കുഴിയുമായി തകർന്ന് തരിപ്പണമായിട്ടും യാതൊരു നടപടിയും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടില്ല. റോഡിലെ കുഴികളിൽ വീണ് നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതി വടിയെടുത്തിട്ടും നടപടിയില്ല എന്നുള്ളതാണ്. അതായത് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പലവട്ടം ഹൈക്കോടതി പോലും സ്വരം കടുപ്പിച്ചിട്ടും നടപടിയെടുക്കേണ്ട NH അധികൃതരും ഉയരപ്പാത കരാറുകാരും ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും പുല്ലുവിലയാണ് നൽകുന്നത്. കൃത്യമായി വഴിതിരിച്ചു വിടലുകളോ ഇല്ലാത്തതും റോഡിന്റെ ശോചനീയാവസ്ഥയും സുരക്ഷിതമല്ലാത്ത നിർമ്മാണ രീതികളും ഈ ഭാഗത്ത് അപകടവും ഗതാഗത കുരുക്കും വലിയ തോതിൽ വർദ്ധിക്കുവാനും കാരണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ അപകടം വലിയ തലത്തിൽ വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചിട്ടുണ്ട്. ഈ മഹാരാഷ്ട്രയിലെ നാസിക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അശോക് ബിൽക്കോൺ കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 1668.50 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവ് എന്ന് പറയുന്നത്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള 12 കിലോമീറ്റർ ദൂരത്തിലാണ് 6 വരി പാതയുടെ നിർമ്മാണം നടക്കുന്നത്. സിബി ഉണ്ട് ഈ വിവരങ്ങൾ കൂടുതലായി നൽകാനായി. ഇന്ന് രാവിലെ മുതൽ തന്നെ സിബി
ഈ പ്രദേശത്തുണ്ടായിരുന്നു. CB ജോസഫ് ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ രാവിലെ നമ്മൾ കണ്ടതാണ്. കാരണം ഈ മരിച്ച രാജേഷിന്റെ മൃതദേഹം എടുക്കുവാനെ കൊണ്ട് ബന്ധുക്കൾ തയ്യാറായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ നിർമ്മാണ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നോ ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധുക്കളെ ഒരു തവണ പോലും ഫോണിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് അവർ ആരോപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു. പ്രതിഷേധത്തിനൊക്കെ ഒടുവിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ബന്ധുക്കൾ മൃതദേഹം എടുക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. എന്തായാലും CB ജോസഫ് സമഗ്രമായ വിവരങ്ങൾ നൽകും. അജി, അതിദാരുണമായ ഒരു അപകടമാണ് ആലപ്പുഴയിലെ അരൂർ തുറവൂർ ദേശീയപാതയിലുണ്ടായത്. ഈ അരൂർ മേഖലയിൽ അവിടെ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ താഴെ വീണ് ഒരു പിക്കപ്പ് വാൻ അകപ്പെടുകയും പിക്കപ്പ് വാൻ്റെ ഡ്രൈവർ മരിക്കുകയുമായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗർഡറുകൾ സ്ഥാപിക്കുമ്പോൾ ഇതിലെ ഈ ജാക്കി, അതായത് ഹൈഡ്രോളിക് ജാക്കി തെന്നി മാറി ഈ ഗർഡർ താഴേക്ക് പതിക്കുകയും ആ സമയത്ത് അതുവഴി കടന്നു പോകുന്ന പിക്കപ്പ് വാനിൻ്റെ മുകളിലേക്ക് പതിക്കുകയുമായിരുന്നു. പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവറായ രാജേഷാണ് തത്സമയം തന്നെ അവിടെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏകദേശം 3.5 മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് ഈ പിക്കപ്പ് വാനും അതിനുള്ളിൽ നിന്ന് മൃതദേഹവും പുറത്തിറക്കാൻ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു സമയത്ത് ഈ 2:30 മണി സമയത്ത് എന്തുകൊണ്ട് വാഹനത്തിന്റെ നിയന്ത്രണം പോലും അല്ലെങ്കിൽ വാഹന ഗതാഗതം പോലും നിയന്ത്രിക്കാതെ ഈ ഒരു ഗർഡറുകൾ സ്ഥാപിച്ചെന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. എന്തായാലും വളരെ വലിയൊരു ദാരുണാന്ത്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. തുടർന്ന് വലിയ പ്രതിഷേധം ഈ ദേശീയപാതയിലുണ്ടായി. പ്രദേശവാസികൾ ഒന്നടങ്കം അവിടെ എത്തുകയും അവിടെ വലിയ രീതിയിൽ പ്രതിഷേധം തീർക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ഒരു ദേശീയപാത നിർമ്മാണത്തിൻ്റെയും ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അപകട സംഭവങ്ങൾ ആവർത്തിക്കുന്നു. 40-ലധികം പേർ ഇതുവരെ പല പല സംഭവങ്ങളായി മരണപ്പെട്ടു എന്നുള്ളതാണ് അവിടെ പ്രദേശവാസികൾ പറയുന്നത്. അവിടെ നിർമ്മാണത്തിലിരിക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ മരണപ്പെട്ടതായും പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇതിപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെയുണ്ടായത് അതിദാരുണമായ സംഭവമായിരുന്നു. 3.5 മണിക്കൂറോളം ഈ പിക്കപ്പ് വാൻ നീക്കം ചെയ്യാൻ കഴിയാതെ പിന്നീട് വലിയ ക്രെയിനുകൾ എത്തിയാണ് ഈ പിക്കപ്പ് വാൻ ഇത്തരത്തിൽ ഈ ഗഡറുകൾ നീക്കി ഈ പിക്കപ്പ് വാൻ മാറ്റുകയും അതൊന്നും മൃതദേഹം വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തേക്ക് എടുത്തത്. പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും സംഭവ സ്ഥലത്ത് ജില്ലാ കളക്ടർ അടക്കം എത്തിയിട്ടുണ്ട്. കൂടാതെ രാവിലെ തന്നെ മറ്റുള്ള ഈ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ടുണ്ട് ഡെപ്യൂട്ടി കളക്ടറും ചേർത്തല തഹസിൽദാർ അടക്കമുള്ള അധികൃതർ എത്തിയിരുന്നു. അതുകൂടാതെ ഈ നിർമ്മാണ കമ്പനിയുടെ ഉദ്യോഗസ്ഥരടക്കം എത്തിയിരുന്നു. ഈ ഒരു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യാതൊരു സുരക്ഷാ മാനദണ്ഡവും കൂടാതെയാണ് ഇത്തരം നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ പരാതികൾ ഉന്നയിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടും ഇപ്പോഴും അപകടങ്ങൾ ആവർത്തിക്കുന്നു. യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഈ നിർമ്മാണ കരാറുകാർ പാലിക്കുന്നില്ല എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അവർ അവിടെ പ്രതിഷേധം തീർത്തത്. എന്തായാലും ഇനി പോലീസ് എത്തി അവിടെ സ്ഥലത്തെത്തുകയും ഇനി കൃത്യമായ സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ അവിടെ നിർമ്മാണ പ്രവൃത്തികൾ തുടരില്ല അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കില്ല എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പിന്നീട് പ്രതിഷേധം അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എറണാകുളം ജനറൽ ആശുപത്രിയിലും നിരവധി പ്രതിഷേധമുണ്ടായി. പ്രത്യേകിച്ച് ഈ മൃതദേഹം രാജേഷ് എടപ്പാൾ പള്ളിപ്പാട് സ്വദേശിയാണ്. ആ വീട്ടിലെ ഏക അത്താണിയായിരുന്നു രാജേഷ്. മുട്ട വ്യാപാരം ഈ തമിഴ്നാട്ടിൽ നിന്നും മുട്ട ലോഡിൽ വണ്ടി കൊണ്ടുവന്ന് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. ആ വീട്ടിലെ ഏക അത്താണിയായ രാജേഷാണ് ഇത്തരത്തിൽ ഈ മരണപ്പെട്ടത്. രാജേഷിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ ബന്ധുക്കൾ പ്രധാനമായും രാജേഷിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് ഈ ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ രാജേഷിൻ്റെ കുടുംബത്തിന് വേണ്ട സാമ്പത്തിക സഹായമെല്ലാം തന്നെയും വേണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ സഹായങ്ങൾ കമ്പനിയും സർക്കാരും പ്രഖ്യാപിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന രീതിയിൽ വലിയ പ്രതിഷേധം എറണാകുളം ജനാശുപത്രിക്ക് മുന്നിലും ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ആദ്യം ഈ കമ്പനി, അതായത് കരാർ കമ്പനിക്കാർ 2 ലക്ഷം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് 10 ലക്ഷമാക്കി ഉയർത്താമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീടും പ്രതിഷേധം തുടർന്നപ്പോൾ 25 ലക്ഷം രൂപ ഈ കരാർ കമ്പനി നൽകാമെന്നും പിന്നീട് സംസ്ഥാന സർക്കാർ, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും സംസ്കാര ചടങ്ങുകൾക്കായി 2 ലക്ഷം രൂപയും
പദവി നൽകാമെന്ന ഉറപ്പിന്മേലാണ് പിന്നീട് ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത്. മാത്രമല്ല ഈ രാജേഷിൻ്റെ ഈ വീട്ടിൽ ഒരു മകനും മകളും കൂടാതെ വാർദ്ധക്യസഹജരായ അച്ഛനും അമ്മയും അതുകൂടാതെ ഭാര്യയും മാത്രമാണുള്ളത്. ഇതിൽ മകൾ ചെറുപ്പകാലം മുതൽ തന്നെ പ്രമേഹ രോഗിയാണ്. മകൻ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്നേ ഉള്ളൂ. ഈ മകന് സർക്കാർ ജോലി വേണമെന്ന ആവശ്യം മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ സ്ഥലം MLA കൂടിയായ രമേശ് ചെന്നിത്തല അടക്കം ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ കാര്യത്തിലെല്ലാം തന്നെയും പരിഗണിക്കാമെന്ന ഒരു ഉറപ്പ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ അതിദാരുണമായ ഒരു ദുരന്തമാണ് ഇന്നിപ്പോൾ ആലപ്പുഴയിലെ ഈ തുറവൂർ ഭാഗത്ത് ഉണ്ടായത്. നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ ജില്ലാ കളക്ടറോട് റിപ്പോർട്ടടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ദേശീയപാത അതോറിറ്റി വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഇത് വളരെ ഗൗരവകരമായ കാര്യമാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. KC വേണുഗോപാൽ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ മുൻപും ഈ ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിരവധി തവണ കത്തയച്ചിരുന്നതായി അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായ സുരക്ഷാ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജീവനും കൃത്യമായി ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യം പ്രദേശവാസികളും ജനപ്രതിനിധികളും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഈ ദേശീയപാത അതോറിറ്റി അടക്കം ഈ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെയും ശേഖരിക്കുകയും ഇതിൽ ഒരു അന്വേഷണം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആ ഒരു സമയത്ത് ഈ വലിയ ഗഡറുകൾ കൂറ്റൻ ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ ഈ ദേശീയപാതയിലുള്ള വാഹന ഗതാഗതം പോലും കൃത്യമായി നിയന്ത്രിക്കാൻ നിയന്ത്രിച്ചിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള അന്വേഷണം വേണ്ടിവരും. ഇതിൽ നിർമ്മാണ തീർച്ചയായിട്ടും സിബി വലിയ രീതിയിലുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിലൊക്കെ വേണ്ടിവരും. ഡീകോഡ് കാണുന്ന അധികാരികളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. വികസനം നാടിന്റെ അനിവാര്യ തന്നെയാണ്. വികസനം വേണം. പക്ഷേ വികസനത്തിന്റെ പേരിൽ ഒരു ജീവൻ പൊലിയുന്നത് നോക്കൂ, എത്ര ദൗർഭാഗ്യകരമാണ്. രാജേഷിന്റെ കുടുംബത്തിന്റെ അവസ്ഥ തന്നെ നോക്കൂ. 40 പേരാണ് ഈ 2023 മുതൽ ഇന്ന് വരെ ഈ എലിവേറ്റർ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്നത്. അതിൽ 3 നിർമ്മാണ തൊഴിലാളികളുമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കുടുംബങ്ങളിൽ അത്താണിയായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കൃത്യമായി സുരക്ഷാ മുന്നൊരുക്കങ്ങളോടെ മാത്രമേ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. അത് സർക്കാരിനും വലിയ തരത്തിലുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ നിർമ്മാണ കമ്പനികൾ ഈ കൃത്യമായിട്ടുള്ള മാർഗരേഖ അനുസരിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് പരിശോധിക്കാൻ അധികാരപ്പെട്ടത് സർക്കാർ സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നാളെ വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഡീകോഡ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള കഴിഞ്ഞ് മറ്റൊരു വിഷയവുമായി വേഗം തിരിച്ചെത്താം.